എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള മറ്റൊരാളുടെ പറമ്പിൽ വന്നിരുന്ന് സ്വസ്ഥമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഇവിടെ കാടൊക്കെ വെട്ടിത്തെളിച്ച് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് എൻ്റെ യൂട്യൂബുമായിട്ട് ഞാൻ ഇവിടം വരെ വന്നെത്തിയ ഒരു യാത്രയെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇവിടെ വരെ വന്നെത്തിയെന്ന് പറഞ്ഞാൽ എവിടം വരെ ആയെന്ന് പറയണമല്ലോ. ഞാൻ എൻ്റെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഫുൾ മോണിറ്റൈസേഷൻ്റെ ഏതാണ്ട് പടിവാതിൽക്കലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുവരെ ഉണ്ടായ ഒരു യാത്രയും അതിനുവേണ്ടി ഞാൻ എടുത്ത എഫേർട്ടും എൻ്റെ കഷ്ടതകളും ഒക്കെയാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിന് മറ്റുള്ളവർ എന്നെ കണ്ടതും വിലയിരുത്തിയതും ഒക്കെ തന്നെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഞാൻ ഏതാണ്ട് 2019-20 കാലയളവിലാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിരുന്നത്. വെറുതെ ഒന്ന് തുടങ്ങിയിട്ടത് മാത്രമേ ഉള്ളൂ. അതിലേക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും ഒരു റീലിടുകയോ ഒന്നുമേ ചെയ്തില്ല. വെറുതെ ഒരു ചാനൽ തുടങ്ങി അവിടെ അങ്ങനെ കിടന്നിരുന്നു. അതിലോട്ട് പിന്നെ തിരിഞ്ഞു നോക്കാനേ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ 2021-22 ഒരു വീഡിയോ ഇട്ട് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിരുന്നത്. അത് ഏതാണ്ട് 1K അടിച്ചിരുന്നു, 1K വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ പോയില്ല എന്നതാണ് സത്യം. അപ്പോഴൊക്കെ എന്നെ അല്ലെങ്കിൽ ഇത് ചെറിയൊരു ജോലിയുമായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു സാമ്പത്തിക ബാധ്യതയോ അല്ലെങ്കിൽ എനിക്ക് ഒരു അധിക വരുമാനം കിട്ടണം എന്നതിനെക്കുറിച്ചൊന്നും അന്ന് അത്രത്തോളം സീരിയസ് ആയിട്ട് ആലോചിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പം ഏതാണ്ട് 2025 ഏപ്രിൽ മെയ് ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ വളർത്തിയെടുത്തേ പറ്റൂ എന്ന കലശലായ ഒരു ആഗ്രഹമുണ്ടായി. ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതൊരു ആവശ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അടുത്തിടെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പായിട്ട് എന്നിൽ വന്നു ചേർന്ന വലിയ ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി എനിക്ക് എൻ്റെ നേരെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് നമ്മളെക്കൊണ്ട് ഒരു വിധത്തിലും ആ ഒരു കടം തീർക്കാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് കഴിയയില്ല എന്ന ഒരു പൂർണ്ണമായി എനിക്ക് എന്നൊരു സത്യം എനിക്ക് പൂർണ്ണമായി മനസ്സിലായി കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഊരാക്കുടുക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ പ്രോബ്ലംസിൽ നിന്ന് ഇത്രത്തോളം നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു വലിയ ഭീമമായ സംഖ്യ കടമായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് സമാധാനമായി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതേ അവസ്ഥയിലാണ് ഞാൻ കടന്നു പോയത്. ഇത്രയും കടം ചേർന്നത് എങ്ങനെ ഞാൻ ഈ എങ്ങനെ വീട്ടിൽ തീർക്കും എന്ന ചിന്ത എന്നെ രാവും പകലും ഇങ്ങനെ ചിന്ത മതിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഒരു പോംവഴി എൻ്റെ മുൻപിൽ തെളിഞ്ഞില്ല. അപ്പോഴാണ് ആ ഇടയ്ക്കാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെറിയ ഒരു തൊഴിൽ സംരംഭം തുടങ്ങണം എന്നൊക്കെയുള്ള ആഗ്രഹം എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നു. പക്ഷേ എൻ്റെ ഇപ്പോഴുള്ള ഒരു ചെറിയ ജോലിയും ഈ മറ്റെന്തെങ്കിലും തൊഴിൽ സംരംഭം തുടങ്ങിയാൽ അതും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള സമയക്കുറവ് വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് നിന്നു. കാരണം എനിക്ക് രാവിലെ കുറച്ച് സമയം, വൈകിട്ട് കുറച്ച് സമയം മാത്രമായിരിക്കും കിട്ടുന്നത്. ഈ സമയത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയാൽ ഒരിക്കലും അത് കൊണ്ടുപോകാനോ അത് സക്സസ് ആക്കാനോ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എന്തായാലും സാധിക്കില്ല. സമയപരിമിതി തന്നെ കാരണം. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ആലോചിച്ചു, എന്താണൊരു മാർഗം. ഉറക്കമില്ലാത്ത രാത്രികൾ. അപ്പോൾ അവസാനം ഞാൻ ആലോചിച്ച് യൂട്യൂബ് ചാനൽ തന്നെ ഒന്ന് പൊടി തട്ടിയെടുത്താൽ എന്താ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ പിന്നെയും വീണ്ടും കുറേ ചിന്തകൾ. യൂട്യൂബ് ചാനലിലേക്ക് വന്നാൽ നമ്മളെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പരിമിതികൾ, കാരണം ഗ്ലാമർ ലോകമാണ് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെയുള്ളൊരു തെറ്റായ ധാരണ എനിക്ക് തോന്നി തുടങ്ങി. തെറ്റായ ധാരണയെന്ന് പറയാനും പറ്റത്തില്ല, ഒരു പരിധിവരെ ശരിയാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഗ്ലാമർ വീഡിയോകൾ നമ്മളൊന്ന് ആകർഷകമെന്ന് കാണുമ്പോൾ നമ്മൾ നോക്കിയിരുന്നു പോകും. അപ്പോൾ ഞാനൊക്കെ ഒരു വീഡിയോ ഇട്ടാലോ അല്ലെങ്കിൽ ഇതുമായിട്ട് മുമ്പോട്ട് പോയാലോ അതിന് തക്ക ഒരു സപ്പോർട്ടോ പൊതുജനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സമീപനമൊക്കെ എന്തായിരിക്കും എന്ന് ഒരുപാട് നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിച്ചു കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ചിന്തകൾ വന്നപ്പോഴും അത് വേണ്ട, യൂട്യൂബ് വേണ്ട, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുകയില്ല, അല്ലെങ്കിൽ എന്നെ അത് മറ്റുള്ള പൊതുജനങ്ങൾ ഒരിക്കലും നമ്മളെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല, എൻ്റെ വീഡിയോ ഒന്നും ആരും കാണാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള മിഥ്യാധാരണകൾ, തെറ്റായ ധാരണകൾ എന്നെ അതിൽ നിന്നൊക്കെ പിൻവലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വീണ്ടും ഒരു മെയ് പകുതിയോടുകൂടി, ഏതാണ്ട് ജൂൺ ആദ്യം മെയ് പകുതിയോടുകൂടി ഞാൻ അങ്ങ് ഉറപ്പിച്ച്, എന്നാൽ പിന്നെ ഈ ചാനൽ കൊണ്ടുപോയിട്ട് തന്നെ കാര്യം, എന്തെങ്കിലും ആവട്ടെ, വരുന്നതിൻ്റെ ബാക്കി എന്ന ചിന്തയിലേക്ക് എൻ്റെ തീരുമാനമെത്തി. അങ്ങനെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പൊടി തട്ടിയെടുത്തു. ആദ്യമായിട്ട് അപ്പോൾ യൂട്യൂബ് ചാനൽ പൊടി തട്ടി എടുത്തു എന്ന് പറയുമ്പം നമുക്ക് കുറച്ച് വെല്ലുവിളികളുണ്ട്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, നമുക്ക് വാച്ച് അവർ ഇല്ല, നമുക്ക് വ്യൂസ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് തികയ്ക്കുക എന്നുള്ള ഒരു മിനിമം ആവശ്യമാണ് ആദ്യത്തെ ഉള്ളത്. രണ്ടാമത് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക. ഇത് രണ്ടുമാണല്ലോ നമുക്ക് യൂട്യൂബിൻ്റെ ഒരു വരുമാനം കിട്ടണമെങ്കിൽ ആദ്യം വേണ്ട കടമ്പകളെന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏപ്രിൽ പകുതിക്ക് എൻ്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വെറും 200-നും 300-നും ഇടയ്ക്ക് മാത്രമായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത്. എങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിടാതെ മുൻപോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇരിക്കെ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയോ എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി, ഇത് തീർച്ചയായിട്ടും ഇത് സക്സസ് ആവും എന്ന് പറഞ്ഞ്. അങ്ങനെ ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചി ലൈവ് വീഡിയോ ഒക്കെ ചെയ്യുക എന്നോട് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാൻ മടിച്ചു. കാരണം ലൈവ് വീഡിയോ ഞാനോ, എൻ്റെ രൂപഭംഗിക്ക് അല്ലെങ്കിൽ രൂപത്തിന് ആര് ലൈവിൽ കാണും, ആര് ലൈവിലേക്ക് വരും എന്നൊക്കെയുള്ള എന്താണ് വീണ്ടും നെഗറ്റീവ് ചിന്തകൾ എന്നെ പുറകോട്ട് തന്നെ വലിച്ചുകൊണ്ടിരുന്നു. എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യമല്ല ലൈവ് വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നുള്ള പൂർണ്ണമായ ഒരു വല്ലാത്ത ഒരു ചിന്ത എന്നെ അങ്ങ് ഉറപ്പിച്ചു നിർത്തി. ലൈവ് വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്നതിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. എന്നിട്ട് ഞാൻ കുറേ ഷോർട്ട് വീഡിയോയും അല്ലാത്ത ലോങ് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി. അത് തരക്കേടില്ലാതെ നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. എങ്കിലും ഒരു 1K, 1.6, 1.7 അല്ലെങ്കിൽ 2K എന്നൊക്കെ നിലയിൽ എനിക്ക് വ്യൂസ് കിട്ടിത്തുടങ്ങി. ലോങ് വീഡിയോയിൽ തന്നെ എനിക്ക് അങ്ങനെയൊക്കെ വ്യൂസ് കിട്ടിത്തുടങ്ങി. അതുപോലെ ഷോർട്ട് വീഡിയോയ്ക്ക് 3K, 4K, 5K അങ്ങനെയൊക്കെ വ്യൂസ് കിട്ടിത്തുടങ്ങി. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ ഓർത്ത് രണ്ടും കൽപ്പിച്ച് ഞാൻ പിന്നെ ആലോചിച്ചു ലൈവ് വീഡിയോ തന്നെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇടയ്ക്കൊക്കെ ആദ്യമായിട്ട് ലൈവിൽ കയറിയപ്പോഴത്തേക്ക് ആദ്യമൊന്നും ആരും വന്നില്ല, ആരും കണ്ടില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾ പോകെ എൻ്റെ ലൈവിലേക്ക് ആൾക്കാർ വരികയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. അതിൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോടും അതുപോലെ മനുഷ്യ സ്നേഹികളോടും ഒരുപാട് നന്ദി സ്നേഹവും ഈ ഒരു സമയത്ത് ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരും ഓടി വന്ന് പെട്ടെന്നായിരുന്നു വന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ 1K കഴിഞ്ഞു, 2K കഴിഞ്ഞു, നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടി. 2K കഴിഞ്ഞ് അല്ലെങ്കിൽ 2.5 ഞാൻ എത്തിയിട്ടില്ല ഇപ്പോഴും കേട്ടോ. അത് അടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വീഡിയോ നിരന്തരം ഇടുക, എല്ലായ്പ്പോഴും ഫുൾ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടേയിരിക്കുക, സബ്സ്ക്രൈബേഴ്സ് കൂടും എന്ന് പലരും എന്നോട് പറഞ്ഞു. അങ്ങനെ അപ്രകാരം ഞാൻ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും വേണ്ടില്ല, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് പകുതി ആയപ്പോഴത്തേക്ക് ഇത്രത്തോളം ഇപ്പോഴുള്ള നിലവിലെ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടുകയും അതുപോലെ തന്നെ വാച്ച് അവർ ഏതാണ്ട് ഓഗസ്റ്റ് പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് വാച്ച് അവർ 3000 അവർ കംപ്ലീറ്റ് ചെയ്തു. ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞു. അതൊരു വലിയ സന്തോഷമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ. കാരണം വളരെ പെട്ടെന്നായിരുന്നു എനിക്ക് ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് പകുതി ആയപ്പോഴത്തേക്ക് 3000
2.5 മാസത്തിനുള്ളിലാണ് എനിക്ക് 3000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇപ്പം ഏകദേശം ഒരു മാസം, ഇനി അധികം താമസമില്ല. ഫുൾ മോണിറ്റൈസേഷൻ്റെ ഫുൾ വാച്ച് അവർ കിട്ടുന്നതിന് അധികം താമസമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട്, സ്നേഹമാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. നിങ്ങൾക്ക് നോക്കിയറിയാം, ഈ ചുറ്റുപാടും പിന്നെ ഈ നേരം വൈകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനിയിപ്പം അധികം താമസിയാതെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ അടുക്കും. അപ്പോൾ ഓരോ വീട്ടമ്മമാരോടുമാണ് എനിക്ക് പറയുവാനുള്ളത്. ആരൊക്കെ നമ്മളെ തളർത്താൻ നോക്കിയാൽ ഇതിനിടയ്ക്ക് അത് പറഞ്ഞില്ല ഞാൻ. അതായത് ഒരുപാട് പേര് കളിയാക്കലുമായിട്ട് പിന്നാലെ കൂടിയിരുന്നു, ഒരുപാട് പേര്. കാരണം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇത്രയും പ്രായമുണ്ട്, എനിക്ക് ഈ പ്രായത്തിൽ യൂട്യൂബോ എന്ന് ചോദിച്ച് നെറ്റിച്ചൊളിച്ചു പലരും. അതുപോലെ തന്നെ എന്താണ്, രാധികയ്ക്കൊരു യൂട്യൂബ് ചാനലോ, അത് കൊള്ളാമല്ലോ. പിന്നെ കേൾക്കാൻ കൊള്ളാത്ത ബോഡി ഷെയ്മിങ്, അങ്ങനെ ഒരുപാട് എന്താണ് ദുരനുഭവങ്ങൾ എനിക്കുണ്ടായി. ഈ കുറഞ്ഞ കാലയളവിൽ ഒരുപാട് ദുരനുഭവങ്ങളും കണ്ണ് നിറയ്ക്കുന്ന ഒരുപാട് പിന്നെ ബോഡി ഷെയ്മിങ് അനുഭവങ്ങൾ എന്നിലൂടെ കടന്നുപോയി കേട്ടോ. പലപ്പോഴും നിശബ്ദമായി കരയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ നമ്മളെ ബോഡി ഷെയ്മിങ് നടത്തിയപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ദുഃഖിച്ചെങ്കിലും പ്രവർത്തനത്തിൽ ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് ഇത് നേടിയെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ എനിക്കൊരു ചെറിയ രീതിയിലെങ്കിലും എനിക്കൊരു വരുമാനം കിട്ടിയേ തീരൂ എന്നൊരു ദൃഢപ്രതിജ്ഞ എന്നിലെപ്പോഴും നിലനിന്നിരുന്നു. എനിക്ക് ഇത് എൻ്റെ ആവശ്യമാണ്, ആഗ്രഹമല്ല, ഇതെൻ്റെ വളരെ കത്തി നിൽക്കുന്ന ആവശ്യമാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു ചെറിയ വരുമാനം കിട്ടിയേ തീരൂ എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു എൻ്റെ യാത്ര തന്നെ. ഓരോരുത്തരും പറഞ്ഞ് പിന്തിരിപ്പിക്കാനും പിന്നെ നമ്മളെ നെഗറ്റീവ് അടിച്ച് താഴ്ത്താനും നോക്കിയപ്പോഴും ഞാൻ കൂടുതൽ എൻ്റെ മനസ്സിലേക്ക് ശക്തി പകർന്നുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ആരൊക്കെ നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ പിന്നോട്ട് വലിച്ചാലും നിങ്ങളൊരാൾ തീരുമാനിക്കുക, നിങ്ങൾ ജയിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ പ്രായത്തിൽ എന്നെപ്പോലെ ഒരുപാട് പരിമിതികളും കുറവുകളുമുള്ള എനിക്ക് ഇത്രത്തോളം എൻ്റെ ചാനലിനെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് കഴിയും എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നമുക്ക് കഠിനാധ്വാനം, നമുക്ക് ജയിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം സാധിച്ചെടുത്തേ മതിയാവൂ എന്നൊരു ഉറച്ച വിശ്വാസവും ഒരു ലക്ഷ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കേൾക്കെ തന്നെ നിന്ന് എന്നെ കളിയാക്കി പരിഹസിച്ച് ചിരിച്ചവരുണ്ട്. ആര് കാണാനാണ് പിന്നെ രാധിക ഇടുന്ന വീഡിയോ ഒക്കെ ആര് കാണും, വലിയൊരു ലൈക്ക് തരുമോ എന്നൊക്കെയുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ. സത്യത്തിൽ ഞാൻ തല കുനിച്ച് നിന്നിട്ടുണ്ട് പലപ്പോഴും. ഇതിന് മറുപടി കൊടുക്കുന്ന ഒരു ദിവസം എൻ്റെ മുൻപിൽ എന്തായാലും വരും എന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ആളിക്കത്തിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ പടിക്കലേക്ക് ഞാൻ എത്തിത്തുടങ്ങുകയാണ്. എനിക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ഞാൻ മറുപടി കൊടുക്കുക മീൻസ് ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയും, അല്ലാതെ എനിക്ക് അവരോട് പ്രതികാരമില്ല. അത് ഈശ്വരൻ എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളമെങ്കിലും എത്തിപ്പെടാൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും, അതുപോലെ യൂട്യൂബിൻ്റെ പിന്നാലെ വരിക, അല്ലെ യൂട്യൂബിനെ പ്രതീക്ഷ വെച്ച് വരുന്ന ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിജയം നമ്മുടെ കൂടെ ഉണ്ടാവും. കുറച്ച് കഷ്ടപ്പെടണം, എന്തായാലും കഠിനമായി കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ വിജയം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പം എന്തായാലും അധികം താമസിയാതെ യൂട്യൂബിൻ്റെ ഒരു ചെറിയതെങ്കിലും ഒരു വരുമാനം എനിക്ക് കിട്ടിത്തുടങ്ങും. അതിനധികം താമസമില്ല എന്ന സന്തോഷ വാർത്ത നിങ്ങളോട് ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.